അറിവില്ലാത്ത അവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹം എത്തി ഇല്ലേ? നോക്കൂ, ഈ വിഷയം അറിയാൻ പഠിക്കാൻ അല്പസമയം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതുമായ നിത്യസമാധാനത്തിന്റെ സന്ദേശം എന്താണ് ശിർക്ക് എന്ന് മനസ്സിലാക്കാൻ ഒരു 5 മിനിറ്റ് മക്കയിലെ മുസ്ലിങ്ങൾ, മക്കയിലെ മുശ്രിക്കുകൾ, ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു ഇവർ തമ്മിലുള്ള വ്യത്യാസം? മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിങ്ങളും അവരുടെ മുശ്രിക്കുകളും അവർ 3 കാര്യങ്ങളിൽ യോജിച്ചിരുന്നു. ഒന്ന്, അല്ലാഹു ഉണ്ട്, ഈ വിഷയത്തിൽ തർക്കമില്ല. അല്ലാഹുവാണ് സ്രഷ്ടാവ്, തർക്കമില്ല. അല്ലാഹുവിനെ ആരാധിക്കണം, തർക്കമില്ല. ഈ വിഷയത്തിന്റെ പേരിലല്ല അവർ വിയോജിച്ചത്. പരിശുദ്ധ ഖുർആനിലെ 29-ാമത്തെ അധ്യായം സൂറത്ത് അൻകബൂത്തിൽ 61-ാമത്തെ ആയത്ത്, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് വസഖറ അശ്-ശംസ വൽ ഖമർ ലയഖൂലുന്ന അല്ലാഹ്. ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് മുഹമ്മദ് നബിയെ നീ അവരോട് ചോദിച്ചാൽ അവർ പറയും ലയഖൂലുന്ന അല്ലാഹ്, അല്ലാഹുവാണ്. ആരാണ് സൂര്യചന്ദ്രന്മാരെ ശരിപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണ്. അപ്പോൾ അല്ലാഹു ഉണ്ട്, അല്ലാഹുവാണ് സ്രഷ്ടാവ്, ഈ കാര്യത്തിൽ തർക്കമല്ല. 3-ാമത്തെ യോജിപ്പ് എന്താ? 29-ാമത്തെ അധ്യായത്തിൽ തന്നെ 65-ാമത്തെ ആയത്തിൽ കാണാം, ഫഇദാ റകിബൂ ഫിൽ ഫുൽക് ദഅഉ അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. കപ്പലിൽ അവർ യാത്ര ചെയ്യുന്നതായാൽ. 31-ാമത്തെ അധ്യായത്തിൽ 32-ാമത്തെ ആയത്തിൽ കാണാം, വൈദാ ഗശിയഹും മൗജുൻ കല്ലുലൽ. മലകൾ പോലെയുള്ള തിരമാലകൾ വന്നിട്ട് അവളിപ്പോൾ മുങ്ങിപ്പോകുമെന്ന് കണ്ടാൽ 29-65 തുടരുന്നു, ദഅഉ അല്ലാഹ്, അവർ അല്ലാഹുവിനെ വിളിക്കും. ആര്? മക്കയിലെ മുശ്രിക്കുകൾ. എങ്ങനെയാ വിളിക്കുന്നത്? മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി പടച്ചോനെ രക്ഷിക്കണേ എന്നവർ വിളിക്കും. നോക്കൂ, മക്കയിലെ മുസ്ലിങ്ങളും മക്കയിലെ മുശ്രിക്കുകളും 3 കാര്യത്തിൽ ഇതാ യോജിച്ചിരിക്കുന്നു. അല്ലാഹു ഉണ്ട്, അല്ലാഹുവാണ് സ്രഷ്ടാവ്, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം, സംശയമില്ല. ഇനി മക്കയിൽ നിന്ന് നമ്മൾ നമ്മുടെ രാജ്യത്തേക്ക് ചെന്നാൽ, ഇന്ത്യ രാജ്യത്തേക്ക് ചെന്നാൽ, ഏതെങ്കിലും ഒരു ക്രൈസ്തവ സഹോദരൻ പറയുമോ പടച്ചവനില്ലെന്ന വാദമുണ്ടോ? ആകാശങ്ങളെ സൃഷ്ടിച്ചത് യേശുവാണെന്ന വാദം അവർക്കുണ്ടോ? ഇല്ല. പടച്ചവനെ എന്നവർ പ്രാർത്ഥിക്കുന്നില്ലേ? ഉണ്ട്. ഹൈന്ദവ സഹോദരങ്ങൾ ആരെങ്കിലും പറയുമോ ഭൂമിയെ സൃഷ്ടിച്ചത് ശ്രീരാമനാണെന്ന്? ഇല്ല. നിങ്ങളും ഞങ്ങളൊക്കെ പറയുന്ന പടച്ചോൻ തന്നെ. അപ്പോൾ സ്രഷ്ടാവായ നാഥനെ എല്ലാവരും ആ നിലക്ക് അംഗീകരിക്കുന്നു. പിന്നെ എന്താണ് പ്രശ്നം? പിന്നെ എവിടെയാണ് ഇസ്ലാം വ്യതിരിക്തമായി നിൽക്കുന്നത്? ഉണ്ടെന്ന് പറയുന്ന, സ്രഷ്ടാവാണെന്ന് പറയുന്ന, ആരാധിക്കണമെന്ന് പറയുന്ന ആ നാഥനുണ്ടല്ലോ, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോടേ ഞങ്ങൾ സഹായം തേടൂ. അതാണ് പരിഭാഷയായി വന്നപ്പോ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടാണ് അമ്പിയാക്കന്മാർ സമൂഹത്തോട് പറഞ്ഞത്. അപ്പോൾ അമ്പിയാക്കന്മാരുടെ വരവിന്റെ മുഖ്യ ലക്ഷ്യം അല്ലാഹു ഉണ്ട് എന്ന് പറയലല്ല, അല്ലാഹുവാണ് സ്രഷ്ടാവ് എന്ന് പറയലല്ല, അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് പറയലുമല്ല. അമ്പിയാക്കന്മാരുടെ വരവിന്റെ മുഖ്യ ലക്ഷ്യം അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയലാണ്. അല്ലാഹുവിനെ ആരാധിക്കണം എന്ന് പറയുകയാണെങ്കിൽ ബദറുണ്ടാകേണ്ട കാര്യമില്ല. അപ്പോൾ അടിസ്ഥാനപരമായ വിഷയം, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അല്ലാഹു ഉണ്ടെന്ന് വിശ്വസിക്കണമെന്നും അല്ലാഹുവാണ് സ്രഷ്ടാവെന്ന് വിശ്വസിക്കണം, അല്ലാഹുവോട് പ്രാർത്ഥിക്കണമെന്നല്ല ഉദ്ദേശിച്ചത്. ഇതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നു. ആ പടച്ചവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ, നേർച്ചകളും വഴിപാടുകളും അവന് മാത്രമേ നൽകാൻ പാടുള്ളൂ. അതാണ്. അവിടെ വ്യത്യസ്തങ്ങളായ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ ശിർക്കിൽ ഉറച്ചു നിന്നു. മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. 39-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ ആയത്ത്, മാ നഅബ്ദുഹും, മുഹമ്മദേ ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, ഞങ്ങളെ അല്ലാഹുവിന്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രമല്ലാതെ. നമ്മളൊക്കെ പാവങ്ങളല്ലേ? ഈ പാവങ്ങളായ നമ്മൾ എങ്ങനെയാ പടച്ചോന്റെ അടുത്തേക്ക് നേരിട്ട് പോവുക? അതുകൊണ്ട് നമ്മുടെ വിഷമങ്ങൾ അവരോട് പറഞ്ഞ് അവർ അല്ലാഹുവോട് പറയും. ഇതാണ് അവരുടെ ന്യായം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആശയപരമായത് തിരുത്തി കൊടുത്തു. അവർക്ക് വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അല്ലാഹുവിനെ അവർ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കില്ല. ആരാണ് അല്ലാഹു? വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. 50-ാമത്തെ അധ്യായത്തിലെ 16-ാമത്തെ ആയത്തിൽ കാണാം, വലഖദ് ഖലഖനൽ ഇൻസാൻ, തീർച്ചയായും നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, മനുഷ്യ മനസ്സിലുള്ള വിചാരങ്ങൾ, മന്ത്രങ്ങൾ നാം അറിയും.
വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, മനുഷ്യന്റെ ജീവനാഡിയേക്കാൾ നാം അവനോട് അടുത്തിരിക്കുന്നു. സൃഷ്ടിച്ചവന് പരിചയപ്പെടുത്തി കൊടുക്കുകയോ മനസ്സിനുള്ളത് അറിയുന്നവനോട് റെക്കമെൻഡ് ചെയ്യുകയോ അള്ളാഹുവിന്റെ അറിവും അള്ളാഹുവിന്റെ കഴിവും നമ്മുടെ ജീവനാഡിയേക്കാൾ നമ്മളോട് അടുത്തിരിക്കുന്നു. അള്ളാഹു ജീവനാഡിയേക്കാൾ അടുത്തു എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മുടെ ജീവന്റെ അടുത്ത് നിൽക്കുന്നല്ല, മറിച്ച് അള്ളാഹുവിന്റെ അറിവും അള്ളാഹുവിന്റെ കഴിവും നമ്മുടെ ജീവനാഡിയേക്കാൾ അടുത്തിരിക്കുന്നു. ജീവനാഡിയേക്കാൾ അടുത്തവനോട് അടുപ്പിക്കുകയോ? അപ്പോൾ അവർക്ക് പറ്റിയ തകരാറെന്താ? അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയില്ല. അള്ളാഹുവിനെ അറിയുക എന്ന വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് അടുത്ത തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ ഒരു പ്രത്യേകമായ ക്ലാസ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വിജയിപ്പിക്കുമാറാകട്ടെ. ഈ ഒരു അടിസ്ഥാനപരമായ വിഷയത്തിൽ തെറ്റിയതുകൊണ്ട് കേരളത്തിലെ നമ്മുടെ ഉറ്റവരും ഉടയവരുമായ ആളുകൾ നിത്യമായ അസമാധാനത്തിന്റെ ഗേഹത്തിലേക്ക്, നരകം ശാശ്വതമായി പോകുന്ന പാപമായ ശിർക്കിന്റെ ലോകത്തിലൂടെ നീന്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ഒരു മരണം സംഭവിച്ചാൽ, ഒരു വീട്ടിൽ പുതുതായി പ്രവേശിക്കുമ്പോൾ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസം എന്ന് പറഞ്ഞ ഒരു മാസം ആഘോഷിക്കുമ്പോ ഈ സന്ദർഭത്തിലൊക്കെ എന്താ ചെയ്യുന്നത്? ഏത് മൗലിദ് എടുത്താലും, ഉദാഹരണമായി ശറഫുൽ അനാം മൗലിദ് എടുത്താൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുന്നു, ഫഅഗ്സ്നി വഅജിർനി യാ മുജീറു മിനസ് സഈർ. ഫഅഗ്സ്നി, അതുകൊണ്ട് മുഹമ്മദ് നബിയെ അതുകൊണ്ട് എന്നെ സഹായിക്കണമേ. വഅജിർനി, എന്നെ രക്ഷപ്പെടുത്തണമേ. യാ മുജീറു മിനസ് സഈർ, സഈർ അഥവാ നരകത്തിൽ നിന്നും രക്ഷിക്കുന്ന മുഹമ്മദ് നബിയെ. ആരടാ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ വീട്ടിൽ വെച്ചാ ഇത് പറയുന്നത്, നമ്മൾ ക്ഷണിച്ചു കൊണ്ടുവന്നവരാ ഇത് പാടുന്നത്, അവർക്ക് ഭക്ഷണം പാകം ചെയ്യുന്ന പണിയാണ് നമ്മുടെ അടുക്കളയിൽ നടക്കുന്നത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കുകയാണ് നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് വെച്ച്. മഹാനായ റസൂലുള്ളയെ പൂജിക്കുകയാണ്, റസൂലുള്ളയോട് പ്രാർത്ഥിക്കുകയാണ്. നോക്കൂ, എന്നാൽ പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? പരിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായം സൂറത്ത് ഫുർഖാനിലെ 65-ാമത്തെ ആയത്തിൽ കാണാം, റബ്ബന സുരിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ. ഇബാദുർ റഹ്മാൻ, റഹ്മാന്റെ അടിമകളുടെ പ്രത്യേകത വിശദീകരിക്കുകയാണ്. വല്ലദീന യഖൂലൂൻ, അവർ പറയും, അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കുക? റബ്ബന സുരിഫ് അന്നാ അദാബ ജഹന്നം, പടച്ചവനെ നരക ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ ഒഴിവാക്കി തരണമേ. ഇന്ന അദാബഹാ കാന ഗറാമാ, തീർച്ചയായും അതിലെ ശിക്ഷ എന്ന് പറഞ്ഞാൽ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. പടച്ചോനെ, ആ വിട്ടൊഴിയാത്ത വിപത്തായ നരകത്തിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന് ദുആ ചെയ്യും. ആര്? റഹ്മാന്റെ അടിമകൾ. ആരാ ഓതിത്തരുന്നത്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിനെ വിളിച്ചിട്ടാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ദുആരക്കുന്നത്. നോക്കൂ, ഗൗരവം ആലോചിച്ചു നോക്കൂ. മാത്രമല്ല റസൂലുള്ള പറഞ്ഞു, ഒരു ദിവസം 3 പ്രാവശ്യം ആരെങ്കിലും നരകത്തിൽ നിന്നും അള്ളാഹുവോട് കാവല് ചോദിച്ചാൽ നരകമാകുന്ന അള്ളാഹുവിന്റെ സൃഷ്ടി പടച്ചവനോട് പറയും, പടച്ചവനെ ഇവളെ നീ എന്നിൽ നിന്നും നരകത്തിൽ രക്ഷപ്പെടുത്തണമേ. ഒരു ദിവസം 3 പ്രാവശ്യം. ഇന്ന് വെള്ളിയാഴ്ച മാത്രമല്ല, നാളെ ശനിയാഴ്ച മാത്രമല്ല, മറ്റന്നാൾ ഞായറാഴ്ച മാത്രമല്ല, മരണം വരെ ഒരു ദിവസം 3 പ്രാവശ്യം. അതെന്താ? പ്രശ്നമൊന്നുമില്ല. 2 ആഴ്ച കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലേ എന്ന് പറയും, മറന്നുപോകും. വല്ല പ്രയാസമുണ്ടോ? 3 പ്രാവശ്യം നരകത്തിന് രക്ഷോദിക്കാൻ പ്രയാസമില്ല. പക്ഷേ നരകത്തെക്കുറിച്ചുള്ള ഭയം, നരകരക്ഷയാകുന്ന ആഗ്രഹം നമ്മുടെ കൂടപ്പിറപ്പായി നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മഹാനായ റസൂലുള്ള പറയാണ്, 3 പ്രാവശ്യം ഒരു ദിവസം അള്ളാഹുവോട് നരകത്തെ തൊട്ട് കാവല് ചോദിച്ചാൽ നരകം അള്ളാഹുവോട് ശുപാർശ ചെയ്യും നമ്മളെന്ന് രക്ഷപ്പെടുത്താൻ. ഒപ്പം കാണാം, ഒരു ദിവസം 3 പ്രാവശ്യം അള്ളാഹുവോട് സ്വർഗത്തെ ചോദിച്ചാൽ സ്വർഗം അള്ളാഹുവോട് പറയും, പടച്ചവനെ ഈ വ്യക്തിക്ക് സ്വർഗം കൊടുക്കണമേ. അപ്പൊ റസൂലുള്ള പഠിപ്പിച്ചതാണിത്. അപ്പൊ ഖുർആനും ഹദീസും എന്താ പറയുന്നത്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് ദുആരക്കണം, അല്ലേ? എന്നാൽ അറിവില്ലായ്മ മൂലമാണ് ബഹുഭൂരിപക്ഷം ആളുകൾ ആ റബീഉൽ അവ്വൽ മാസം വരുമ്പോ മരണവും ജനനവും അതുപോലുള്ള സംഭവങ്ങളും നടക്കുമ്പോ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നരകത്തിന് രക്ഷ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇനിയോ ത്വരീഖത്തിന്റെ പിടിയിലകപ്പെട്ട് സമൂഹത്തിലേക്ക് വ്യാപിച്ച ത്വരീഖത്തിന്റെ കിതാബുകളിൽ മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി